ആ OTT വരണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾ പോയി തിയേറ്ററിൽ കാണണം. ആ ഒരു കണക്കിൽ ഇതൊരു സക്സസ് ആയാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റേജ് വരുള്ളൂ. അത് എല്ലാ സിനിമകളുടെ കേസിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ആനന്ദും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. കാരണം വെച്ചാൽ എനിക്ക് കാര്യമുണ്ട്, ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തണം, നല്ല സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നല്ലൊരു സിനിമയാണ്. അതായത് ആ പീരീഡിൽ ഇറങ്ങിയ നല്ല സിനിമകളിൽ ഒന്നാണ്. നമ്മൾ ആഘോഷിക്കപ്പെട്ട പല സിനിമകളെക്കാളും നല്ല ജെന്യുവൻ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ ഞങ്ങൾ കുറച്ച് പേര് മാത്രം പോയി കണ്ടിട്ട് അതിനൊരു വലിയ OTT റീച്ച് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം ജനങ്ങൾ അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. OTTയിൽ കണ്ടാൽ മതിയെങ്കിലും കുറച്ച് പേരെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന് ആ ഒരു ഡോർ ഓപ്പൺ ആക്കി കിട്ടും. അതിനോട് സംബന്ധിച്ച് പറയാനുള്ളത്, ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഞാനിവിടെ കോറേറ്റ് ചെയ്ത പടമാണ്. അപ്പോൾ അത് ഇറങ്ങി അധികം കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തൊരു പടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അധികം റണ്ണ് കിട്ടിയിട്ടില്ല. അപ്പോൾ OTT ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇവരാരും ഈ OTT പ്ലേയേഴ്സ്, വലിയ പ്ലേയേഴ്സ് ഒന്നും അവർ എടുത്തില്ല. നമ്മളെ പടം ഒന്നത് സ്റ്റാർ കാസ്റ്റ് ഇല്ല, പിന്നെ അവർക്ക് കുറേ അൽഗരിതംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ ക്രൈറ്റീരിയ ഒക്കെ മാച്ച് ആയാലേ അവർ പടം എടുക്കുള്ളൂ.